തണുപ്പ് കാലത്ത് ഏത് മൃഗത്തിന്റെ വായയാണ് മൂടിക്കെട്ടുന്നത്? പശു, നായ, ഒട്ടകം, ആട്. ഉത്തരം ഒട്ടകം. ഒട്ടകത്തിന് തണുപ്പ് കൂടിയാൽ മറ്റുള്ളവരെ കടിച്ചാക്രമിക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഇതിന്റെ കടിയിൽ നിന്ന് പിടിപിടിപ്പിക്കാൻ ചെവിയിൽ എന്തെങ്കിലും ഇടുകയേ വഴിയുള്ളൂ. അതുകൊണ്ടാണ് ഇതിന്റെ വായ തണുപ്പിൽ മൂടുന്നത്. ജനിക്കുമ്പോൾ 2.5 സെന്റിമീറ്റർ മാത്രം വലിപ്പമുള്ള മൃഗം: ചെന്നായ, കരടി, ജിറാഫ്, കങ്കാരു. ഉത്തരം കങ്കാരു. നവജാത കങ്കാരു കുഞ്ഞുങ്ങൾക്ക് ജനനസമയത്ത് 1 ഇഞ്ച് നീളം അഥവാ 2.5 സെന്റിമീറ്റർ, അതായത് ഏകദേശം മുന്തിരിയുടെ വലിപ്പം ഉണ്ടാവുകയുള്ളൂ. ഏറ്റവും വിഷം എവിടെയുള്ള പാമ്പുകൾക്കാണ്? മരുഭൂമി, കാട്, പുഴ, കടൽ. ഉത്തരം കടൽ. കടൽ പാമ്പുകളുടെ വിഷബാധ മാരകമായ ഒരവസ്ഥയാണ്. ഉചിതമായ ചികിത്സ നൽകിയില്ലെങ്കിൽ എല്ലിന്റെ പേശികൾ എന്നിവയുടെ പക്ഷാഘാതം നിമിത്തം തുടർന്നുള്ള ശ്വസന വിട്ടുവീഴ്ച അല്ലെങ്കിൽ മുങ്ങിമരണം സംഭവിക്കാം. ഏറ്റവും വിലപിടിപ്പുള്ള ദ്രാവകമുള്ള ജീവി: തേൾ, അരണ, പാമ്പ്, സ്രാവ്. ഉത്തരം തേൾ. ഒരാളെ കൊല്ലാനുള്ള കഴിവ് മാത്രമല്ല, ഒട്ടേറെ പ്രത്യേകതകൾ ഉള്ളതുകൊണ്ടാണ് തേളിന്റെ വിഷം ഇത്രമാത്രം വിലയുള്ളത്. 1 ഗാലൻ തേൾ വിഷത്തിന് $39 ദശലക്ഷം വിലയെന്നാണ് Britannica.com റിപ്പോർട്ട് ചെയ്യുന്നത്. മനുഷ്യ ശരീര വളർച്ചയ്ക്ക് ഏറ്റവും ഗുണകരം: പാൽ, ധാന്യം, പയറുവർഗ്ഗം, ഇറച്ചി. ഉത്തരം പയറുവർഗ്ഗം. പല ഗവേഷണങ്ങളും തെളിയിക്കുന്നത് മറ്റുള്ളവയേക്കാൾ വളർച്ചയ്ക്ക് ഏറ്റവും ഗുണകരം പയറുവർഗ്ഗമാണ് എന്നാണ്. ഇത് പെട്ടെന്ന് ദഹിക്കുകയും ആരോഗ്യത്തിന് ഹിതകരമായ പല പ്രധാനപ്പെട്ട അമിനോ ആസിഡുകളെ ഉൽപ്പാദിപ്പിക്കുകയും മറ്റുള്ളവയെ അപേക്ഷിച്ച് കാൽസ്യം, ഇരുമ്പ്, ഫോസ്ഫറസ് എന്നിവ കൂടുതലുമാണ്. നാഡീഞരമ്പുകൾക്ക് ഉത്തേജനം നൽകുന്ന പാനീയം: സോഡ, ചായ, പാൽ, ഇളനീർ. ഉത്തരം ചായ. ചായ കുടിക്കുമ്പോൾ കുറച്ചു നേരത്തേക്ക് ഒരു ഉണർവും ഉന്മേഷവും തോന്നും. അത് കഴിഞ്ഞാൽ ശരീരം വീണ്ടും പഴയപടിയാവുകയും ചെയ്യും. ചായയും കാപ്പിയും നാഡീഞരമ്പുകൾക്ക് ഉത്തേജനം നല്ല രീതിയിൽ നൽകുന്ന പാനീയങ്ങളാണ്. ആമാശയ ക്യാൻസർ ഏറ്റവും അധികമുള്ള ജില്ല: മലപ്പുറം, കോട്ടയം, കണ്ണൂർ, വയനാട്. ഉത്തരം മലപ്പുറം. കേരളത്തിൽ വൻകുടലിൽ കാണപ്പെടുന്ന ക്യാൻസർ ഏറ്റവും കൂടുതൽ കൊല്ലത്തും ആമാശയ ക്യാൻസർ അധികവും മലപ്പുറത്തുമാണെന്ന് ട്രിവാൻഡ്രം ക്യാൻസർ സെന്റർ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു. ആയുസ് കുറയ്ക്കുന്ന ഭക്ഷണ നേരം: പ്രഭാതം, സായാഹ്നം, ഉച്ച, രാത്രി. ഉത്തരം രാത്രി. രക്തസമ്മർദ്ദത്തെയും ഹൃദയത്തിന്റെ പ്രവർത്തനത്തെയും പാതിരാ ഭക്ഷണം ഗുരുതരമായി ബാധിക്കുകയും ഹൃദയാഘാതത്തിലേക്കും സ്ട്രോക്കിലേക്കും ഇത് കാരണമാകും. 7 മണിക്ക് ശേഷം അത്താഴം കഴിച്ചാൽ അത് ആയാസവും പിരിമുറക്കവും ഉണ്ടാക്കാൻ കാരണമാകുന്ന പ്രത്യേകതരം ഹോർമോണുകൾ ഉണ്ടാക്കുകയും ചെയ്യും. ഇന്ത്യയിൽ 40% ആളുകളുടെയും മരണകാരണമായ രോഗം: ക്യാൻസർ, ഹൃദ്രോഗം, പനി, ക്ഷയം. ഉത്തരം ഹൃദ്രോഗം. രാജ്യത്തെ മരണങ്ങളിൽ 40% ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കാരണമാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നതായി കാർഡിയോളജിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ. നിങ്ങളുടെ സ്കോർ കമന്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.